ടി ടി അവർ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് ആവശ്യമായ ക്രമീകരണം ഒരുക്കണമെന്ന്. എന്നിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ പരാതി. സൂരജ്, ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് ടി ടി അടക്കം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടിയന്തര അറിയിപ്പ് നൽകിയിരുന്നു. അതിന് പുറമെ തന്നെ ഈ റെയിൽവേയുടെ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് ഈ കാര്യമെല്ലാം ധരിപ്പിച്ചതാണ്. അങ്ങനെ ലോക്കോ പൈലറ്റും ടി ടിമാരും എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടാണ് ഈ മുളങ്കുന്നത്തുകാവിൽ ഈ ട്രെയിൻ നിർത്തുന്നത്. പക്ഷേ ഈ ട്രെയിൻ നിർത്തിയതിന് ശേഷമാണെങ്കിൽ പോലും ഒരു അടിയന്തര നടപടി ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ മെഡിക്കൽ കോളേജ് അടക്കം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു ആംബുലൻസ് എത്തിയാൽ പോലും 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ കഴിയും. ഇനി കുറച്ച് പതിയാണെന്ന് പോലും നമുക്ക് കണക്ക് കൂട്ടിയാൽ പോലും 10 മിനിറ്റ് ദൂരം മാത്രമാണ്. യുവാവിനെ ഇറക്കിയതിന് ശേഷം ഈ മെഡിക്കൽ കോളേജിലേക്ക് ബന്ധപ്പെട്ടാൽ പോലും ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ആംബുലൻസ് എത്തിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് 30 മിനിറ്റ് നേരം ഈ യുവാവിന് ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കേണ്ടി വന്നത്. ഈ ട്രെയിനിനകത്തുണ്ടായിരുന്ന ഒരു ഡോക്ടർ എത്തി, ഒരു വനിതാ ഡോക്ടർ എത്തി, പ്രാഥമിക ചികിത്സ അടക്കം നൽകി. ഉന്മേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, എത്ര നിരുത്തരവാദിത്തപരമായാണ് ഇവർ പെരുമാറിയെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി ഇതിനൊപ്പം നടന്നിട്ടുണ്ട്. അതായത് ഈ ഡോക്ടർമാർ യുവാവിന് CPR മറ്റും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിലെ 30% വരുന്ന യാത്രക്കാർ പുറത്തിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ട്രെയിൻ പോകുന്നതിന് വേണ്ടി ഈ റെയിൽവേ സിഗ്നൽ കൊടുത്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ സിഗ്നൽ കൊടുത്ത് ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതോടുകൂടി ഈ യാത്രക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തി. ഈ യുവാവിന് ഇവിടെ ഇട്ട് അങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോകാൻ കഴിയില്ല, 30% യാത്രക്കാർ പുറത്ത് നിൽക്കുകയാണ്, എങ്ങനെ പോകാൻ കഴിയുമെന്ന് ചോദിച്ച് ഈ ടി ടിമാരോട് യാത്രക്കാർ ഈ കയർത്ത് സംസാരിച്ചു. ഇതോടുകൂടി പിന്നീട് ഈ ട്രെയിൻ ചങ്ങല വലിച്ച് ഈ സ്റ്റേഷനിൽ നിർത്തിയെന്നുള്ളതാണ് പറയുന്നത്. എത്രമാത്രം മനുഷ്യത്വപരമായ സമീപനമാണ്, മനുഷ്യത്വരഹിതപരമായ സമീപനമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് ഇവർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. റെയിൽവേ ഉദ്യോഗസ്ഥരുണ്ട്, ഈ ആംബുലൻസ് എത്തിക്കേണ്ട ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് ഇവരെല്ലാവരും കുറ്റക്കാരാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇതിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരം നമ്മളൊരു സാധാരണ വാഹനത്തിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് മുളങ്കുന്നത്തുകാവിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ അടിയന്തരമായി പോകേണ്ട ഒരു വാഹനത്തിന് 5 മിനിറ്റ് കൊണ്ട് എത്തിക്കാൻ കഴിയും. ഈ യുവാവിനെ അവിടെ എത്തിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ആ സമയത്താണ് തങ്ങൾ അറിയുന്നതെന്ന ഒരു ന്യായം അത് ഈ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞാൽ പോലും അവർക്ക് ഈ ആംബുലൻസ് അതിനുള്ളിൽ തന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആംബുലൻസ് അവിടെ എത്തിച്ചില്ല എന്നുള്ളതാണ് ഈ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. അതിൽ യാത്രക്കാർക്കടക്കം കടുത്ത പ്രതിഷേധമുണ്ട്. കാരണം ഈ യാത്രക്കാരുമായി നമ്മൾ സംസാരിച്ചിരുന്നതാണ്. അവരെല്ലാവരും പറയുന്നത്, അതായത് ഒരു ബന്ധവും ഇല്ലാത്ത തങ്ങളാണ് ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കയറിപ്പോയതെന്ന് പറയുന്നുണ്ട്. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, തൃശ്ശൂരിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവ്, ആ യുവാവുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത്, എനിക്കൊരു ബന്ധവുമില്ല, പക്ഷേ ഇയാളുടെ ജീവൻ രക്ഷിക്കണം എന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ അദ്ദേഹത്തെ വാരിയെടുത്തുകൊണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഈ യുവാവിനെയും കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുന്നത്. പിന്നീടാണ് അവർക്കൊരു വീൽ ചെയർ പോലും കിട്ടുന്നത്. അത്തരത്തിൽ ഒരുക്കേണ്ട ഒരു അടിസ്ഥാന സൗകര്യവും ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് 1/2 മണിക്കൂർ നേരം ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ആ ദൃശ്യങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എത്രമാത്രം വൈകാരികമായാണ് അവർ ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ അങ്ങേയറ്റം, അതായത് ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രംഗങ്ങളാണ് അന്ന് പ്ലാറ്റ്ഫോമിൽ അരങ്ങേറിയത്. അതായത് ഒരു നേഴ്സ് എത്തി ഒരു പ്രാഥമിക ചികിത്സ നൽകുന്നു. അപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല, ഒരു ഡോക്ടർ സഹായം വേണമെന്ന് പറയുമ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ ഈ ട്രെയിനിലെ പല കമ്പാർട്ട്മെൻറ്റുകളിൽ കയറി ഡോക്ടറുണ്ടോ എന്ന് അവർ തിരക്കുകയാണ്. അങ്ങനെ അവർ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ കണ്ടെത്തുന്നു. ഒരു വനിതാ ഡോക്ടർ അവിടെ എത്തുന്നു. അവർ CPR അടക്കം നൽകി. ഈ യുവാവിന് അപ്പോഴും ഇവർ പറയുന്നുണ്ട്, കണ്ടീഷൻ വളരെ മോശമാണ്, അടിയന്തരമായ ആശുപത്രിയിലേക്ക് മാറ്റണം, ആംബുലൻസ് എത്തിക്കണം എന്ന് അടക്കം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.